എല്ലാവർക്കും നമസ്കാരം. സജ്ന ഫിറോസിന്റെ വീഡിയോ തന്നെയാണ് ചെയ്യുന്നത്. പിന്നെ ഇന്നിപ്പോ നിങ്ങളെല്ലാ ചാനലിലും കണ്ടു കഴിഞ്ഞു. പിന്നെ എന്തിനാണ് ഇപ്പൊ ഇത് ചെയ്യുന്ന ഈ വയ്യ വേളയെന്ന് ചോദിക്കുക. എനിക്കിന്ന് സമയം കിട്ടിയില്ല. അതുപോട്ടെ, പിന്നെ ചെയ്യാതിരിക്കാം. എന്നാലും ഈ വീഡിയോ എനിക്ക് ചെയ്യണം എന്ന് തോന്നിയ കാര്യം എന്ന് വെച്ചാൽ, സജ്ജന വന്ന് പറയുമ്പോൾ ഓരോ കാര്യങ്ങൾ നമ്മളിലേക്ക് ഇങ്ങനെ സമൂഹത്തിലേക്ക് പറയുമ്പോൾ പുള്ളിക്കാരത്തിയുടെ ഒരു വിചാരമുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നത്. പുള്ളിക്കാരത്തിക്ക് മാത്രം നല്ല ബുദ്ധിയും വിവരവും എല്ലാ കഴിവുണ്ട്. കേൾക്കുന്നവരെല്ലാം അങ്ങ് പൊട്ടന്മാരാ, അവരതേപടി അങ്ങ് വിശ്വസിച്ചോളും എന്നാണ് ഓർക്കുന്നത്. അപ്പൊ സജ്ജന ആദ്യം വന്ന് റസൂൽ പൂക്കുട്ടിയെ പേടിപ്പിക്കാൻ വേണ്ടി മരുന്നിനൊരു വെടി പൊട്ടിച്ചു. അയാൾ കോംപ്രമൈസിന് തയ്യാറായി വരുമ്പോൾ എപ്പോഴും ഇത് തന്നെയുണ്ട്. അയാൾ കോംപ്രമൈസിന് തയ്യാറായി വരുമ്പോൾ ആ ഇട്ട പോസ്റ്റോ ഇട്ട ലൈവോ ഇട്ട വീഡിയോ ഒക്കെ അപ്പൊ തന്നെ അങ്ങോട്ട് ഡിലീറ്റ് ചെയ്യും, റിമൂവ് ചെയ്യും. എന്നിട്ട് പുള്ളിക്കാരത്തി പറയും, ഞാൻ റിമൂവ് ചെയ്തത് എന്റെ മക്കളെ ഓർത്താന്ന് പറയും. ജനങ്ങളുടെ മുന്നിലോട്ട് ഇടുന്ന ഒരു വാക്കാണ് ഞാനത് ഡിലീറ്റ് ചെയ്ത്. ഇവരാദ്യം ഇടാൻ നമ്മളാരും ആവശ്യപ്പെട്ടില്ല. സമൂഹത്തിലേക്ക് ഒരു മിനിറ്റ് ഇട്ട വീഡിയോ റിമൂവ് ചെയ്തിട്ടോ ഡിലീറ്റ് ചെയ്തിട്ടോ ഒന്നും ഒരു കാര്യമില്ലെന്നുള്ളൊരു സത്യമുണ്ട്. അതറിയാമെങ്കിലും നമ്മളെ പൊട്ടം കളിപ്പിക്കാൻ വേണ്ടി പറയും, ഞാനത് പിന്നെ അങ്ങ് ഡിലീറ്റ് ചെയ്ത് എന്റെ മക്കളെ ഓർത്താന്ന് പറയും. കഴിഞ്ഞ ദിവസം 9 വീക്ക് പ്രഗ്നന്റ് ആണെന്ന് പറഞ്ഞ് ഒരു മിററിന്റെ മുന്നിൽ നിന്ന് കണ്ണാടി വെച്ചൊരു ഫോട്ടോ ഇട്ടിട്ട് അതിന്റെ മുകളിൽ അവര് തമ്മിലുള്ള പേഴ്സണലായ ഒരു ഫോട്ടോ ഇട്ടിട്ട് അങ്ങോട്ടൊരു മില്യൺ കണക്കിന് വ്യൂസ് കിട്ടി. രാവിലെ ആയപ്പം അതങ്ങ് റിമൂവ് ചെയ്തു. എന്നിട്ട് ഉടനെ തന്നെ എല്ലാ ചാനലിൽ എന്ന് പറഞ്ഞ പോലെ ഒരു കമന്റ് വന്നു, അയ്യോ ഇത് എന്താ സംഭവിച്ചെന്നറിയില്ല. എന്റെ ചാനലിലും വന്നു, എന്താ സംഭവിച്ചെന്ന് അറിയില്ലല്ലോ. എന്റെ ഫസ്റ്റ് കമന്റ്, എന്റെ ചാനലിലെ ഫസ്റ്റ് കമന്റാ. അതിന് മുന്നേ അവര് കമന്റ് ഇട്ട വ്യക്തിയല്ല. അതുകൊണ്ട് തന്നെ നമുക്കറിയാം ഇവരുടെ PR പണി ഏറ്റെടുക്കുന്ന ആൾക്കാരാണ് വന്ന് കമന്റ് ഇടുന്നത്. ഇത് ഹാക്ക് ചെയ്താണോ ആവോന്ന് ഞാൻ ചെയ്ത ഒരു വീഡിയോയിൽ ഞാനത് പറഞ്ഞിട്ടുണ്ട്. ഹാക്ക് ചെയ്താണോ എന്ന് അങ്ങനെ ഇടുന്നു. കുറച്ച് കഴിഞ്ഞ് രാത്രി ആകുമ്പത്തേന് സജ്ജന വന്ന് പറഞ്ഞു, അയ്യോ എന്റെ അക്കൗണ്ട് നോക്കുന്ന ശാലു എന്ന് പറഞ്ഞൊരു പെങ്കൊച്ചാണ് ഇന്ന് രാവിലെ എല്ലാം എന്റെ ഫ്രണ്ട്സും എടുത്ത് അയച്ചിരിക്കുന്ന കണ്ടു. അതിന്റെ അത് സീക്രട്ട് ഏജന്റ് കൺഗ്രാജുലേഷൻ പറഞ്ഞിരുന്നു. അതൊക്കെ പറയുമ്പോഴാണ് ഞാൻ അറിയുന്നത് എന്റെ അക്കൗണ്ട് ഹാക്ക് ചെയ്താന്ന്. ഇനി അടുത്ത ഫോണും ഹാക്ക് ചെയ്തെന്ന് പറയും. ആ ലെവലിലോട്ടാ പോകുന്നവര്. അപ്പൊ ഹാക്ക് ചെയ്താൽ പൊതുവെ നമ്മൾ എങ്ങനെയാണ് മറ്റാരേലും മുഖേന അറിയിക്കും സോഷ്യൽ മീഡിയയിൽ, അയ്യോ ആ പോസ്റ്റ് ഇട്ടിരിക്കുന്ന ഞാനല്ല അത് വേറെ. അല്ലെങ്കിൽ ഇവർക്ക് യൂട്യൂബ് ചാനലുണ്ട്, അവിടെ കൊണ്ട് കമ്മ്യൂണിറ്റി പോസ്റ്റ് ഇട്ടാൽ മതി, അയ്യോ എന്റെ ഇൻസ്റ്റാ അക്കൗണ്ട് ഹാക്ക് ആയിട്ടുണ്ട്, അതിന്റെ അകത്ത് എന്തൊക്കെയോ മിസ്യൂസ് ചെയ്യുന്നുണ്ട്, നിങ്ങൾ ഞാനാന്ന് കരുതരുത് എന്ന് രാവിലെ തന്നെ രാത്രി ചെയ്താണെങ്കിൽ രാവിലെ നേരം എടുക്കുമ്പോൾ ഇതെല്ലാവരും അയച്ചു കൊടുക്കുന്ന ആ നിമിഷം വേണം ചെയ്യാം. അന്നേരം ഒന്നും ചെയ്തിട്ടൊന്നുമില്ല, വെറുതെ വന്നിട്ട് വന്നിരുന്ന് വീരവാദം മുഴക്കി. ഇന്നിപ്പൊ ഞാൻ ആ പോസ്റ്റ് ഇടുന്നില്ല, നിങ്ങൾ എല്ലാവരും കണ്ടു കാണും, ഞാൻ അവരെ വെറുതെ വിടുകയല്ല, ഞാൻ സൈബർ സെല്ലിൽ പോവാ, ഞാനിത് വിടമാട്ടെ എന്നൊക്കെ പറഞ്ഞ് അങ്ങോട്ട് പ്രസംഗിക്കുക. ഞാൻ ചോദിക്കട്ടെ, ഇത്രയും വലിയ ആക്ടിങ് കാഴ്ചവെക്കുമ്പോൾ പുള്ളിക്കാരത്തി എന്താ മനസ്സിലാക്കുന്നത്? നമ്മളെല്ലാം പമ്പര വിഡ്ഢികളാണ്. ഞാൻ പറയാം, ഇവിടെ റിയാക്ഷൻ ചാനലുമായിട്ടിരിക്കും നമ്മുടെ അനന്തു, ജിനു, ഇവരൊക്കെ എന്ന് പറയുമ്പോൾ ഇത് കാര്യമായിട്ട് ഗവേഷണം ചെയ്യും. ഞാൻ ഇന്നലെ സജ്ജനക്കയുടെ ആ പോസ്റ്റ് എടുത്ത് അപ്പൊ തന്നെ ജിനുവിന് അയച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പൊ തന്നെ ജിനു അത് കണ്ടേച്ച് പറഞ്ഞ് ഇത് ഫേക്കാണ്, ഇത് സജ്ജന പറയുന്ന ഫേക്കാണ്. പല കാര്യങ്ങള് 1 by 1 ആയിട്ട് ജിനു പറഞ്ഞു. അതേപോലെ തന്നെ ഇന്ന് ഞാൻ നോക്കിയപ്പോ അനന്തുവിന്റെ വീഡിയോയിൽ അനന്തു പണ്ട് ദിയാകൃഷ്ണ അനന്തുവിന്റെ പേര് കേസ് കൊടുക്കുന്ന കാര്യം എന്താണെന്ന് ചോദിച്ചാലും ഈ കണക്കുകൾ ഉൾപ്പെടെ അനന്തു വ്യക്തമായിട്ടാണ് ചെയ്യുക. ചുമ്മാ റിയാക്ഷൻ ചാനൽ ചുമ്മാ വായിക്ക് തോന്നിയ പറഞ്ഞു ഒരു വശത്ത് ഒരു തമ്പിലേയും വെക്കും, വേറൊരു വശത്ത് വേറെ പറഞ്ഞ് അല്ലെ, അങ്ങനത്തെ ഒരു രീതിയൊന്നും അനന്തു ചെയ്യാറില്ല. ഞാൻ ശ്രദ്ധിക്കാറുണ്ട്. അനന്തു തമ്പിനേൽ ഇടുന്ന അകത്ത് കാണിക്കും. ചുരുക്കം ചില യൂട്യൂബേഴ്സേ അങ്ങനെയുള്ളൂ, ക്ലിക്ക് ത്രൂവിന് വേണ്ടി തമ്പിനേലി വാരിക്കോരി എന്തെങ്കിലും ഒക്കെ എഴുതി വെച്ചിട്ട് അങ്ങനെ ചെയ്യുന്നവരാണ് ഭൂരിഭാഗം യൂട്യൂബേഴ്സും. കുറച്ച് ആൾക്കാർ മാത്രമേ അവരെന്താണോ പറയാൻ ഉദ്ദേശിക്കുന്നത് ആ കാര്യം തമ്പിനേലിൽ ഇടത്തുള്ളൂ. ആ കൂട്ടത്തിൽപ്പെടുന്ന ആളാണ് അനന്തു ആണേലും. വ്യൂസ് കിട്ടിയാലും ഇല്ലേലും ഉള്ളത് പറയാം. അതേപോലെ റിയാക്ഷനാണ് ചെയ്യുന്നതെന്ന് കരുതി വാരിക്കൊരു നുണ പറയില്ല, സത്യസന്ധമായി പറയും. രണ്ടാമത് അതോടൊപ്പം തന്നെ തെളിവ് നിരത്തി സംസാരിക്കും. ഏത് വീഡിയോ ശ്രദ്ധിച്ചാലും പുള്ളിക്കാരൻ തെളിവ് നിരത്തിയിട്ട് ആ തെളിവ് അങ്ങനെ എങ്ങനെ എന്നുള്ളത് പറഞ്ഞ് കണക്കാണെ കണക്ക് അതൊക്കെ ബോധിപ്പിച്ച്, അതായത് ഒരു വീഡിയോ ചെയ്യാൻ വേണ്ടി ഹാർഡ് വർക്ക് ചെയ്യും. ചുമ്മാ അവിടുന്ന് ഇവിടുന്ന് ഒരു 5 മിനിറ്റ് കൊണ്ട് ചുമ്മാ വായി തോന്നിയത് പറഞ്ഞ് അങ്ങനെ വീഡിയോ ചെയ്യത്തില്ല. ഞാൻ എപ്പോഴും ശ്രദ്ധിക്കാറുണ്ട്. അപ്പൊ ഇന്ന് ഞാൻ ഈ വിഷയത്തിൽ അനന്തു എന്താണ് പറയുന്നത് ഞാൻ ശ്രദ്ധിച്ചപ്പോ അനന്തു പറഞ്ഞിട്ടുണ്ട്, സജനയുടെ കള്ളത്തരം മൊത്തം പോയി. ഇനിയിപ്പൊ ഞാൻ അനന്തുവിന്റെ പേരെടുത്ത് പറഞ്ഞതേ ഉള്ളൂ. എല്ലാ യൂട്യൂബേഴ്സും ജിനു ഒക്കെ ആണെങ്കിൽ കോമഡി ആയിട്ട് അവതരിപ്പിക്കുമെങ്കിലും കോമഡി ആയിട്ട് വളരെ കാര്യമായിട്ട് പറഞ്ഞ് വീഡിയോ ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഓരോ യൂട്യൂബേഴ്സും എല്ലാ യൂട്യൂബേഴ്സും സജന ഫിറോസ് എന്ന് നമുക്ക് പറയാം. അതെന്ന് വെച്ചാൽ അവര് ഡിവോഴ്സ് ഒന്നും ആയിട്ടില്ല.
ആയിട്ടില്ല, ഈ ഡിവോഴ്സും ആയിട്ടില്ല, ഭർത്താവും ഉണ്ട്, കൂടെ നിൽക്കുമ്പോൾ തന്നെ അപ്പുറത്ത് പോയി പ്രഗ്നന്റ് ആയി, ഓരോ ഭർത്താക്കന്മാരിൽ നിന്ന് ഓരോ കുട്ടികളെ വെച്ച്, എന്നിട്ട് പറയുമ്പോൾ കുട്ടികളെ വാരിക്കൊരു സ്നേഹമാണെന്ന് പറയും. എന്ത് സ്നേഹം? എന്തേലും അടുത്ത തലമുറയോട് ഉത്തരവാദിത്വം അല്ലെ എന്തെങ്കിലും കൂടെ കഴിയുന്നവരോട് ഇപ്പൊ 2 കല്യാണം കഴിച്ചു, പുരുഷൻ എന്താണെന്നൊക്കെ അറിഞ്ഞിട്ടുണ്ടല്ലോ, ഒരാൾ കൊള്ളാമെങ്കിൽ ഒരാൾ കൊള്ളിയാൽ ഇതൊക്കെ അറിഞ്ഞിട്ടുണ്ടല്ലോ, എന്നിട്ടും പോകുന്നു. അയാളുടെ ഫാമിലിയെ ഭീഷണിപ്പെടുത്തിക്കൊണ്ട് ഒരു പോസ്റ്റ് ഇടും, അയാൾ അപ്പം അതിന് സറണ്ടർ ചെയ്യുമ്പോൾ ഉടനെ തന്നെ ആ പോസ്റ്റ് പിൻവലിക്കും. ഇന്നലെ ഇട്ട ആ ഒരു ഗർഭിണി 9 മാസം പ്രഗ്നന്റ് ആന്ന് പറഞ്ഞ, അല്ല 9 ആഴ്ച പ്രഗ്നന്റ് ആന്ന് വരുന്ന ആ ഒരു പോസ്റ്റിന്റെ അടിയിൽ നെഗറ്റീവായിട്ട് വന്ന കമന്റ് മുഴുവൻ റിമൂവ് ചെയ്തായിരുന്നു. അപ്പൊ ഈ ഹാക്ക് ചെയ്തവർ ആ നെഗറ്റീവ് കമന്റ്, അപ്പൊ സജനയോട് ആ ഹാക്ക് ചെയ്തവർക്ക് എന്തോ ഒരു സ്നേഹം അല്ലെ, സജനയെ കുറിച്ച് നെഗറ്റീവ് കമന്റ് ഇട്ട മൊത്തം അവര് കളഞ്ഞിട്ടുണ്ട്. എന്തൊരു ബുദ്ധിയാ! ഈ ഒരു ഒറ്റ കാര്യത്തിന് വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അതായത് മലയാളികള് മൊത്തം പൊട്ടന്മാരും യാതൊരു ബോധവുമില്ല, എനിക്ക് മാത്രമേ വിവരമുള്ളൂ എന്നൊരു വിചാരം സജന വെച്ച് പുലർത്തരുത്. സത്യത്തിൽ കുരുട്ടുബുദ്ധിയുടെ ഉസ്താദുമാരാണ് മലയാളികൾ. അത്യാഗ്രഹം കൊണ്ട്, അവർക്ക് അത്യാഗ്രഹം കൂടല മലയാളിക്ക്. അത് കാരണം എന്തെങ്കിലും പണത്തട്ടിപ്പിലൊക്കെ ചെന്ന് പെടുമെന്ന് മാത്രമേ ഉള്ളൂ. ബാക്കിയുള്ള കാര്യത്തിലൊക്കെ അതിബുദ്ധിയാണ്. നമ്മളെ ലോകം മുഴുവൻ സഞ്ചരിച്ചാലും ഒരു മലയാളി, എവിടെ ചെന്നാലും ഒരു മലയാളി കാണും. അതെന്തുകൊണ്ടാണ്? അതാണ് ആ മലയാളിയുടെ ഒരു കഴിവെന്ന് പറയുന്നത്. അവർക്ക് അത്രയും ബുദ്ധിയുണ്ട്, വക്രബുദ്ധിയാണ് വളരെ കൂടുതൽ. അപ്പൊ സജന സ്വന്തം കണ്ണിലൂടെ ലോകം കാണുന്ന വെച്ചാൽ സജനയ്ക്ക് മാത്രമേ ബുദ്ധിയുള്ളൂ, മറ്റാർക്കും ഇല്ലെന്നുള്ള ഒരു വിചാരം ശരിയല്ല. ഇവിടെ റിയാക്ഷൻ ചാനൽ നടത്തുന്നവരാണേലും അപ്പൊ നിങ്ങളൊക്കെ പറയാം മറ്റുള്ളവരുടെ കുറ്റം വെറുതെ ഇരുന്ന് പറയുന്നത്, സ്വന്തമായിട്ട് ഒരു കണ്ടന്റും ഇല്ല, മറ്റുള്ളവരുടെ കണ്ടന്റ് എടുത്തിട്ട് പറയുകയാണ് ചെയ്യുന്നത്, ഇവർക്കൊക്കെ വേറെ പണിയൊന്നും ഇല്ലേ എന്നൊക്കെ പറയുന്നുണ്ട്. ഇതിന്റെ അകത്ത് അർജുൻ നല്ലപോലെ പണിയെടുക്കേണ്ട ഒരു തൊഴിൽ തന്നെയാണ് ഇത്. കാരണം എഡിറ്റിംഗ് എന്നൊക്കെ പറഞ്ഞാൽ വളരെ മോശം തന്നെയാണ്. മോശമല്ല, വളരെ ബുദ്ധിമുട്ടാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം ഇങ്ങനെ കണ്ടിച്ചിടുക, സമയത്തിടുക. നിങ്ങളൊക്കെ ഈ കാണുന്ന ഈ സൈഡിൽ കൊടുക്കുന്ന ക്ലിപ്പുകളൊക്കെ കറക്റ്റായിട്ട് എടുത്ത് സ്ക്രീൻ റെക്കോർഡ് എടുത്ത് കറക്റ്റായിട്ടൊക്കെ ഇടുക. ഇതെല്ലാം പാടാണ്. പിന്നെ തമ്പനിയിൽ ഉണ്ടാക്കുക. അപ്പൊ പണി എടുക്കുന്നുണ്ട്. നിങ്ങൾ എപ്പോഴും വന്ന് ചോദിക്കും വേറെ പണി നോക്കിക്കൂടെ, നിനക്കൊന്നും വേറെ പണിയില്ലേ എന്നൊന്നും എപ്പോഴും ചോദിക്കുന്നുണ്ട്. അതിനൊക്കെ സത്യം പറഞ്ഞാൽ ഇതേപ്പറ്റി അറിയാത്തവരാണ് അങ്ങനെ ചോദിക്കുന്നത്. അപ്പൊ ആനന്ദും ഇത് ശക്തമായിട്ട് തെളിയിക്കുന്ന വീഡിയോ നിങ്ങളൊന്ന് കണ്ടു നോക്കാം. അങ്ങനെ തോന്നത്തുള്ളൂ. പറയാനുള്ള റീസൺ അതിനകത്ത് ഇട്ടിരിക്കുന്ന ഫോട്ടോ നിങ്ങൾ കണ്ടോ? ഇതാണ് ഈ ഫോട്ടോ. എവിടെങ്കിലും ആരെങ്കിലും ഇൻസ്റ്റാഗ്രാമിലോ ഫേസ്ബുക്കിലോ എവിടെങ്കിലും യൂട്യൂബിലോ ഇങ്ങനെ ഒരു ഫോട്ടോ നിങ്ങൾ എവിടെങ്കിലും പബ്ലിക് ഡൊമൈനിൽ കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടില്ല, നമ്മളാരും കണ്ടിട്ടില്ല. അതുപോലെ തന്നെ ഈ ബാക്ക്ഗ്രൗണ്ട് നിൽക്കുന്ന ഇങ്ങനത്തെ ഒരു പിക്ക്, ഒരു പെണ്ണ് ഒരു ഫോണും പിടിച്ചോണ്ട് നിൽക്കുന്ന ഒരു പിക്ക്, അത് നിങ്ങൾ എവിടെങ്കിലും കണ്ടിട്ടുണ്ടോ? ഇല്ല, കണ്ടിട്ടില്ല. ഇത് നിങ്ങളുടെ പേഴ്സണൽ ഫോട്ടോ ആണ്. പേഴ്സണൽ ഫോട്ടോ എങ്ങനെയാണ് ഹാക്കറിന്റെ കിട്ടുന്നത്? ഹാക്കർ ഫോൺ ഹാക്ക് ചെയ്തുകൊണ്ട് പോയാ ഈ ബാക്ക്ഗ്രൗണ്ടിൽ കാണുന്ന ആ ഒരു സ്ത്രീയുടെ പിക്ക് നിങ്ങളല്ല, നിങ്ങൾ പറയരുത്. അത് പറയാനുള്ള റീസൺ ഈ പിക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സ്ത്രീ ഒരു മിറർ സെൽഫി എടുക്കുകയാണ്, ഫോണും പിടിച്ചോണ്ട്. ഒരു മിറർ സെൽഫിയാണ് കാണുന്ന, ഒരു മിറർ സെൽഫിയാണ്. ഓക്കെ, ഈ കേസ് നിങ്ങൾ കണ്ടല്ലോ, ഫോണിന്റെ കേസ് കണ്ടു. ഇതെല്ലാം ഓർത്ത് വെച്ചോ. കൈ കിടക്കുന്ന മോതിരം നിങ്ങൾ ഓർത്ത് വെച്ചോ. ഇതെല്ലാം സജനയുടെയാണ്. സജന യൂസ് ചെയ്യുന്നത് ഇതേ കേസാണ്. സജനയുടെ കൈ കിടക്കുന്ന മോതിരവും സെയിം തന്നെ സാധനം തന്നെയാണ്. സജന ഇട്ട പോസ്റ്റ് ആണ്. ഇതേ മോതിരം തന്നെയാണ് മറ്റേനകത്ത് കിടക്കുന്നത്. കണ്ടല്ലോ, സംശയം ഉണ്ടോ? കാണിച്ചു സെയിം മോതിരം തന്നെ, ആ കല്ല് വെച്ചത് സജനയുടെ കൈയാണത്. ഇനി ഈ കേസ് കാണിച്ചു തരാം. സജനയുടെ ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്തേക്കുന്ന വീഡിയോ ആണ്. ഇതിനകത്ത് കൈയിരിക്കുന്ന കേസ് ഐഫോണിന്റെ കണ്ടല്ലോ, സെയിം ഫോൺ സെയിം കേസ് സെയിം ഫോൺ. ഇനി ഇതെല്ലാം കണ്ടിട്ട് ആ മോതിരം കണ്ട കൈ കിടപ്പുണ്ട്. ഇത് കണ്ടിട്ട് പിന്നെ പറയല് ഇത് സജന അല്ല എന്ന്. ഇത്രയും കാര്യത്തിൽ നിന്ന് വളരെ വ്യക്തമാണ് ഇത് താങ്കളാണെന്ന്. ഇനി വേണമെങ്കിൽ ആ ടാറ്റും കൂടെ കാണുന്നുണ്ട്, അതും എടുത്ത് വെക്കണോ? ഈ പിക്കിനകത്ത് കണ്ട ഈ കയ്യിൽ ഈ ചെറുതായിട്ട് ഇവിടെ ടാറ്റു അടിച്ചിട്ടുണ്ട്. സജനയ്ക്ക് സെയിം ടാറ്റു കാണാൻ പറ്റുന്നതാണ്, ഒരു ബട്ടർഫ്ലൈയുടെ ടാറ്റു. ഈ ബട്ടർഫ്ലൈയുടെ ഈ എൻഡ് ആണ് മറ്റേനകത്ത് കണ്ടത്. അപ്പം അത് സജന തന്നെയാണ്. സജന എടുത്ത മിറർ സെൽഫി ആണത്. ഇതെങ്ങും പബ്ലിക്കലി പോസ്റ്റ് ചെയ്ത ഫോട്ടോയും അല്ല. ഞാൻ ഫുൾ തപ്പി ഈ പോസ്റ്റ് സജനയുടെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിൽ എവിടെയെങ്കിലും ഇട്ടിട്ടുണ്ടോ ഞാൻ ഫുൾ തപ്പി നോക്കി. എനിക്ക് കിട്ടിയിട്ടില്ല. ആ ഈ ഒരു ഡ്രസ് ഇട്ട പോലുള്ള ഒരു പിക്ക് പോലും സജന ഇട്ടിട്ടില്ല. അപ്പൊ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത് എന്താണ്? ഈ പിക്ക്, ഈ റസൂൽ പൂക്കുറ്റിയുടെ കൂടിയിരിക്കുന്ന പിക്കും ഈ ബാക്കിൽ നിൽക്കുന്ന ആ മിറർ സെൽഫിയും സജനയുടെ പേഴ്സണൽ ഫോട്ടോ ആണ്. ഈ പേഴ്സണൽ ഫോട്ടോ എങ്ങനെ ഹാക്കറിന്റെ കയ്യിലെത്തി അത് പറ. ഇപ്പൊ നാളെ വരും എന്റെ ഫോണും ഹാക്കർ ഹാക്ക് ചെയ്തു, അതിനകത്തും ഫോട്ടോ എടുത്തിട്ട് അവർ ഇൻസ്റ്റാഗ്രാമിൽ അപ്ലോഡ് ചെയ്തു. നാളെ ഇത് വളരെ ശക്തമായിട്ട് ചെയ്തിട്ടുണ്ട്. ഇതേ സംഭവം തന്നെ ജിനു ടാറ്റു അടിച്ച് ചെയ്തിട്ടുണ്ട്. നേരത്തെ കല്യാണത്തിന് പോയപ്പോൾ ഇല്ലാത്തത് ഇപ്പോഴുള്ളതും. ടാറ്റു അടിച്ചിട്ട് ഒത്തിരി നാളായിട്ടില്ല സജന. അപ്പൊ സജനയുടെ പുതിയ ഫോട്ടോയാണ് ഈ മിററിൽ നോക്കി നിൽക്കുന്നത്. ഇനിയിപ്പോ ഫോണിന്റെ കവർ മാറ്റാം, മോതിരം മാറ്റാം, ഇതെല്ലാം ചെയ്താലും ആ ടാറ്റു ഇപ്പൊ ഉള്ളത് തന്നെയാണ്. ടാറ്റു ഉള്ള ഇപ്പോഴത്തെ പുതിയ ഫോട്ടോയാണ്. സജന എന്തെല്ലാം നിരത്തിയാലും അതിനെയൊക്കെ മറുകണ്ഠം ചാടാനുള്ള ബുദ്ധി ഇവിടെയുള്ള റിയാക്ഷൻ ചാനൽ നടത്തുന്ന യൂട്യൂബേഴ്സ് ഉണ്ട്. നിങ്ങൾ അങ്ങനെ കുറച്ച് കാണേണ്ട കാര്യമില്ല. അവരെ ജിനുവിന്റെ ചാനലിൽ പോയാൽ ജിനു വളരെ വ്യക്തമായിട്ട് തമാശയായിട്ട് തേടമ്പേർ നടത്തുമെന്നും പറഞ്ഞ് വളരെ കോമഡി ആയിട്ട് ഇട്ടിട്ടുണ്ട്. അപ്പം ഈ ഒരു കാര്യം പറയണമെന്ന് എനിക്ക് തോന്നി. അതായത് ഞാൻ ഇന്ന് പകൽ ഇരുന്ന് എല്ലാവരുടെയും വീഡിയോ ആണ്, റിയാക്ഷൻ ഇട്ട സകല ആൾക്കാരുടെയും വീഡിയോ ഇട്ടു. എല്ലാവരും സജനയുടെ കള്ളത്തരം അമ്പാടെ പൊട്ടിച്ചിട്ടുണ്ട്. അപ്പൊ അതൊന്ന് പറയണമെന്ന് എനിക്ക് തോന്നി. എന്താണെന്ന് ചോദിച്ചാൽ നമുക്ക് മാത്രമേ ബുദ്ധിയുള്ളൂ, നമ്മൾ മാത്രമേ ചോറുണ്ണുന്നുള്ളൂ, മറ്റുള്ളവർക്കൊന്നും മനസ്സിലാവുകയില്ല എന്ന് കരുതി വന്നിട്ട് എന്നെ പറ്റി എന്റെ ഹാക്ക് ചെയ്തവനെ ഞാൻ വെറുതെ വിട്ടില്ല, എനിക്കറിയാം ആരാണെന്ന്, അവനെ ഞാൻ നോക്കിക്കോ, അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യും. ആരോട്? എന്തിനാണ് ഈ ഓസ്കാർ അഭിനയം കാഴ്ചവെക്കുന്നത്?
ഉള്ള ഒരു ഇഷ്ടം കൂടെ ആർക്കെങ്കിലും ഒരു ഇഷ്ടമുണ്ടെങ്കിൽ അതുകൂടെ കളഞ്ഞു കിട്ടിയെന്നുള്ളത് മാത്രമേ ഉള്ളൂ. റസൂൽ പൂക്കുട്ടിയെ വരച്ച വരെ നിർത്താൻ വേണ്ടിയാണ് ഈ കളി മുഴുവൻ കളിക്കുന്നത്. പക്ഷെ എന്നിട്ട് ജനങ്ങളെ അറിയിക്കുകയും ചെയ്യണം. അറിഞ്ഞെന്ന് ജനങ്ങളെ അറിയിക്കുന്നതിന് റസൂൽ പൂക്കുട്ടിയെ വരച്ച വരെ നിർത്താൻ വേണ്ടി ഈ കോമാളിത്തരം കാണിച്ചിട്ട് ഇപ്പുറത്തെ സൈഡിൽ പോയ ഇമേജ് വീണ്ടെടുക്കണം. സാധാരണഗതി പണ്ടത്തെ കാലത്തൊക്കെ അവിഹിത ഗർഭം എന്ന് പറഞ്ഞാൽ ഒളിച്ചു വെക്കാൻ നോക്കും. പക്ഷെ ഇപ്പൊ എങ്ങനെയാന്ന് വെച്ചാൽ 10 പേര് അറിയാന്നുള്ള ട്രെൻഡ് ആയിരിക്കാം. അതായിരിക്കും ഇപ്പൊ നടക്കുന്നത്. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്. അടുത്ത വീഡിയോ കാണാം.